ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ 3 AIസിൻ്റെ കൂടെ ഒരേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം. അതായത് വാട്ട് മൂവി ഷുഡ് ഐ വാച്ച്. ഇന്നത്തെ വീഡിയോ നമ്മൾ 3 AIസ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. വേറെ കുറേ AIs ഉണ്ട്, ജെമിനി, ഗ്രോക്ക്. ബട്ട് അതൊന്നും ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് DeepSeek, ChatGPT, Claude AI. ഈ 3 AIസാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് തന്നെ ചോദിക്കുന്നത്. ആൻഡ് ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ ഇവരുടെ സജഷൻസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളെ സർപ്രൈസ് ചെയ്യും. സോ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഞാൻ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ദിവസം വീട്ടിൽ വെറുതെ പണിയൊന്നും ഇല്ലാതെ റാൻഡായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു സിനിമ കാണണമെന്ന് തോന്നി. ബട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ്, ഏത് സിനിമയാണ് കാണേണ്ടത്. എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഒരുപാട് സിനിമാസ് ആഡ് ചെയ്ത് വെച്ചേക്കും. ബട്ട് സിനിമ കാണുന്ന സമയമാകുമ്പോൾ എനിക്കൊന്നും കാണാൻ തോന്നില്ല. അങ്ങനെയാണ് ചോദിച്ചാൽ നമുക്ക് എടുത്ത് ചോദിച്ചാൽ ഏത് സിനിമ കാണണമെന്നുള്ളത്. സോ അങ്ങനെയാണ് ഞാൻ എടുത്ത് ചോദിച്ചതും ഇങ്ങനൊരു കണ്ടന്റ് ഐഡിയ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ 3 AIസും എനിക്ക് 3 സിനിമാസാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏത് AI ആണ് ഏറ്റവും നല്ല മൂവി സജസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അവർ സജസ്റ്റ് ചെയ്ത സിനിമയുടെ നിലവാരം അനുസരിച്ചിട്ടാണ്. സോ ഞാൻ ആദ്യം ChatGPT അടുത്താണ് ചോദിച്ചത് ഏത് സിനിമ കാണട്ടെന്ന്. ChatGPT എനിക്ക് തന്ന ഉത്തരവെന്ന് പറയുന്നത്, പ്രോബബ്ലി ഞാൻ വിചാരിച്ചില്ല ഇങ്ങനൊരു സിനിമ ChatGPT എനിക്ക് സജസ്റ്റ് ചെയ്യുമെന്ന്. പ്രിസണേഴ്സ് എന്ന് പറയുന്ന മൂവിയാണ്. ബട്ട് ഈ മൂവി ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം 2013 ഇറങ്ങിയ സിനിമയാണ്. ഇത് വളരെ സ്ലോ ബേൺഡ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു ടൗണിൽ കിഡ്നാപ്പിംഗ് നടക്കുന്നു, സ്വന്തം മോളെ അന്വേഷിച്ച് അച്ഛൻ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഈ മൂവി മൊത്തം വണ്ടർഫുൾ ആക്ടിംഗ് ആണ്. ഹ്യൂ ജാക്ക്മാൻ, പോൾ ഡൈനോ, ജേക്ക് ജെലിൻഹോളൊക്കെയാണ് ഈ മൂവിയിലെ ലീഡ് റോൾസ് ചെയ്യുന്നത്. അവരെ പറ്റിയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവരൊക്കെ വണ്ടർഫുൾ ആക്ടേഴ്സാണ്. അതേപോലെ തന്നെയാണ് ഈ മൂവിയിലെ ഓരോ പെർഫോമൻസും. ഇതിൽ പോൾ ഡൈനോനെ നമ്മളെ ഹ്യൂ ജാക്ക്മാൻ ചോദ്യം ചെയ്യുന്നൊരു സീനുണ്ട്. വളരെ സൂപ്പറാണ് ആ ഒരു സീൻ. ഭയങ്കര ഇൻറ്റൻസ് ആണ്. നമ്മൾ ആ ദേർ വിൽ ബി ബ്ലഡിൽ ഡാനിയൽ ഡേ ലൂയിസ് ഒക്കെ ചെയ്യുന്ന പോലത്തെ രീതിയിലുള്ളൊരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സീനാണ്. ദേർ വിൽ ബി ബ്ലഡിലും പിന്നെ പ്രിസണേഴ്സിലും രണ്ടിലും പോൾ ഡൈനോ ഉണ്ട്. 2 സിനിമയിലെ എക്സെപ്ഷണൽ പെർഫോമൻസസ് ആണ് പോൾ ഡൈനോ കാഴ്ചവെച്ചിരിക്കുന്നത്. സോ പ്രിസണേഴ്സിൻ്റെ പേസിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ടൊരു സ്ലോ ബേൺ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എനിക്ക് അങ്ങനെയുള്ള മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രിസണേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു 1 ഓഫ് ദി ഫേവറേറ്റ് മൂവീസ് തന്നെയാണ്. ബട്ട് ഞാനത് ഒരു തവണയെ കണ്ടിട്ടുള്ളൂ, അതും കുറേ നാൾക്ക് മുമ്പ്. അപ്പോൾ ChatGPT സജസ്റ്റ് ചെയ്തപ്പോൾ ഞാനത് ഒന്നുകൂടെ കണ്ടു. ആൻഡ് ഈ മൂവിയുടെ സെക്കൻഡ് വാച്ചിലും തന്നെ എനിക്കൊരു പുതുമയെ നഷ്ടപ്പെട്ടിട്ടില്ല. പഴയതുപോലെ തന്നെ ഞാൻ പിന്നെ എൻജോയ് ചെയ്തു. സോ അത് പ്രോബബ്ലി ഞാൻ കുറേ നാൾക്ക് ശേഷം കണ്ടതുകൊണ്ടായിരിക്കും കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം എൻ്റെ ഒരു ഫസ്റ്റ് വാച്ച് പോലെ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു സെക്കൻഡ് വാച്ചും ഏകദേശം എൻ്റെ ഒരു ഫസ്റ്റ് വാച്ചിനുള്ള സിമിലർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് പ്രിസണേഴ്സ്. സോ ഇതുവരെ നോക്കുകയാണെങ്കിൽ ChatGPT നല്ലൊരു സജഷനാണ് തന്നിരിക്കുന്നത്. അടുത്തത് ഞാൻ Claude AI അടുത്താണ് സജഷൻ ചോദിച്ചത്. Claude AI നമുക്ക് തന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സജഷനാണ്. അതായത് പാരസൈറ്റ് ആണ് Claude AI നമുക്ക് തന്ന സജഷൻ. 2019-20 ടൈമിലാണെന്ന് തോന്നുന്നു ഈ സിനിമ റിലീസായത്. ആ സമയത്ത് തന്നെ ഞാൻ ഈ മൂവി കണ്ടതാണ്. പിന്നെ സെക്കൻഡ് ടൈമൊന്നും ഞാൻ വാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ Claude AI സജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ സിനിമ ഒന്നുകൂടെ കണ്ടു. ആൻഡ് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ മൂവിയായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് ലാസ്റ്റ് ആ ഒരു മെയിൻ ക്യാരക്ടർ നമ്മുടെ അടുത്തൊരു കാര്യം പറയില്ല, ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യും. അവൻ്റെ ആഗ്രഹം എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ സ്പോയിലറായിട്ട് പറയുന്നതല്ലേ കണ്ടിട്ടില്ലാത്തവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മളെ കണ്ണൊക്കെ ചെറുതായിട്ട് നിറഞ്ഞു പോകും. അതിൻ്റെ അത് പല അവസ്ഥകൾ കാണിക്കുന്നുണ്ട്. പാവപ്പെട്ടവരുടെയും അല്ലെങ്കിൽ പൈസ ഉള്ളവരുടെയും അവസ്ഥകൾ ഭയങ്കരമായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു സിമ്പിൾ കാര്യം പറയണേ, ആ സിനിമയിൽ ഒരു മഴ പെയ്യുന്നൊരു സിനാരിയോ നടക്കുന്നുണ്ട്. അപ്പം 2 ആളുകൾക്കും അത് 2 രീതിയിലാണ് അഫക്റ്റ് ആകുന്നത്. അതൊക്കെ നമുക്ക് വളരെയധികം ടച്ചിങ് ആയിട്ട് തോന്നുന്ന ഒരു മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ഫസ്റ്റ് വാച്ചിൽ തന്നെ. സെക്കൻഡ് വാച്ചിൽ കണ്ടപ്പോഴും അതേപോലെ തന്നെ എനിക്ക് പിന്നെ ഇഷ്ടമായിട്ടൊരു മൂവിയാണ് പാരസൈറ്റ്. സോ Claude AIയും നല്ലൊരു സജഷൻ തന്നെയാണ് തന്നത്. ബട്ട് ഇതുവരെ നോക്കുകയാണെങ്കിൽ ChatGPT ആണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം പ്രിസണേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവിയുടെ ആ ഒരു ജോൺറ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ത്രില്ലേഴ്സ് എന്ന് പറയുന്ന ജോൺറ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇതിന് മുമ്പ് ഉള്ളൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ആൻഡ് ഇങ്ങനെയുള്ള മൂവി റിലേറ്റഡ് കണ്ടൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് AI എന്താണ് പറഞ്ഞത് നോക്കാം. സോ അടുത്തത് DeepSeek AI ആണ്. DeepSeek AI ഞാൻ വിചാരിച്ച ഏതെങ്കിലും ചൈനീസ് മൂവി സജസ്റ്റ് ചെയ്യുന്നു, പക്ഷേ അല്ല, അത് ഇംഗ്ലീഷ് സിനിമ തന്നെയാണ് സജസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ബട്ട് അതിൽ കൂടെ ലേസി ആണെന്ന് തോന്നുന്നു. കാരണം IMDbയുടെ ടോപ്പ് ലിസ്റ്റിൽ പോയിട്ട് ആദ്യം കിടക്കുന്ന സിനിമ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ബ്രോ ഇതങ്ങ് കണ്ടോ എന്നാണ് DeepSeek AI പറഞ്ഞത്. വേറെ ഒന്നുമല്ല, ഷോഷാങ്ക് റിഡംപ്ഷൻ ആണ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മൂവിയാണ്. ഞാൻ ഒരുപാട് തവണ റീവാച്ച് ചെയ്തിട്ടുള്ള മൂവിയാണ്. നേരത്തെ മെൻഷൻ ചെയ്ത 2 സിനിമകൾ ഞാൻ ഒറ്റ തവണയേ കണ്ടിട്ടുള്ളൂ. ബട്ട് ഷോഷാങ്ക് റിഡംപ്ഷൻ ഞാൻ 2-3 തവണ കണ്ടിട്ടുണ്ട്. കാരണം എനിക്കത് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ബട്ട് ഇത് IMDbയുടെ ടോപ്പ് ലിസ്റ്റിൽ കിടക്കുന്നതിനെ പറ്റി ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. ചിലർ പറയുന്നത് ടോപ്പിൽ കിടക്കാൻ ഡിസർവ് ചെയ്യുന്ന മൂവീസ് അല്ല, ഇതിനേക്കാളും നല്ല മൂവീസൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ സിനിമയുടെ ജോൺറ എന്ന് പറയുന്നത് ഡ്രാമ ഫീൽ ഗുഡാണ്. ഇതിൻ്റെ അവസാനത്തെ സീനൊക്കെ വളരെ ഇമോഷണലാണ്. നേരത്തെ മൂവിയിൽ ഞാൻ അത് മെൻഷൻ ചെയ്തത്, അവസാനത്തെ സീൻ ഭയങ്കര ഇമോഷണലാണ്. ഇതും അതേപോലെയാണ്. ഇങ്ങനെ ആയിട്ടാണ് ഞാൻ പറയുന്നത്. മേ ബി ഞാൻ ഏത് സിനിമ കണ്ടാലും ഇമോഷണൽ ആവുമായിരിക്കും, അതായിരിക്കും കാരണം.
ആൻഡ് ഷോഷാങ്ക് റിഡംപ്ഷനെ പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ പറ്റിയിട്ടുള്ള റിവ്യൂസും ഈ സിനിമ എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ആൻഡ് പ്രോബബ്ലി ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ മൂവിയെ പറ്റി അറിയായിരിക്കും. അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ജനിച്ച ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ യു ആർ ലിവിങ് അണ്ടർ എ റോക്ക്. അത്രേ എനിക്ക് പറയുള്ളൂ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുമുണ്ട്. IMDbയുടെ ടോപ്പ് ലിസ്റ്റിൽ കിടക്കുന്ന മൂവിയാണ്. സോ ഇതിൽ കൂടുതൽ ഞാൻ ഈ മൂവിയെ പറ്റി എന്താ പറയുക. ആൻഡ് ഇത് ഡീപ്സിക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഈ മൂവിയും ഒന്നുകൂടെ റീവാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള മൂവി ആയതുകൊണ്ട് ഇത്തവണ കണ്ടപ്പോഴും എനിക്ക് ആ ഒരു പഴയ ഫീലിംഗ്, ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് കിട്ടിയത്. സോ ഇൻ കൺക്ലൂഷൻ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ChatGPTയുടെ സജഷനാണ്. നമ്മളെ ഷോഷാങ്ക് ആയാലും പാരസൈറ്റ് ആയാലും കുറച്ചുകൂടി മെയിൻ സ്ട്രീം ആയിട്ടുള്ള മൂവീസാണ്. ഷോഷാങ്ക് IMDbയുടെ ടോപ്പ് ലിസ്റ്റിലാണ്. പാരസൈറ്റ് ആണെങ്കിൽ 2020 ഓസ്കാർ വിജയിച്ച സിനിമയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. ബട്ട് പ്രിസണേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഓസ്കാർ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. കുറച്ചുകൂടി അണ്ടർ റേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് പ്രിസണേഴ്സും പോപ്പുലറാണ്. ബട്ട് ഷോഷാങ്ക് ആൻഡ് പാരസൈറ്റ് അത്രയും പോപ്പുലർ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് പ്രിസണേഴ്സ് കുറച്ചുകൂടി എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവിയാണ്. ഷോഷാങ്കും പാരസൈറ്റും ഇഷ്ടമാണെങ്കിൽ കൂടിയും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം പ്രിസണേഴ്സാണ്. കാരണം അതിൻ്റെ ജോൺറയാണ് ത്രില്ലർ, സ്ലോ ബേണിംഗ് ആയിട്ടുള്ളൊരു ത്രില്ലറാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ജോൺറ ഓഫ് മൂവിയാണ്. ഷോഷാങ്ക് ആയാലും പാരസൈറ്റ് ആയാലും ഒരു ഡ്രാമ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ChatGPT ആണ് സത്യം പറഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് എനിക്ക് ആ ഒരു സിനിമ സജസ്റ്റ് ചെയ്തത്. സോ ഇങ്ങനെയുള്ള മൂവി കണ്ടൻറ്റ്സ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത് അണ്ടർ റേറ്റഡ് മൂവീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വേഴ്സ്റ്റ് മൂവീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതൊക്കെ കണ്ട് ഞാൻ അഭിപ്രായം പറയുന്ന ഒരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.